ഇൻഫോസ്പെയറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ സംസ്ഥാനത്ത് പുതിയ സർക്കാർ അടുത്ത തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കാൻ പോകുകയാണ്. പിന്നാലെ തന്നെ സഭാംഗങ്ങളുടെ സത്യപ്രതിജ്ഞ, ഗവർണറുടെ നയപ്രഖ്യാപനം, അതോടൊപ്പം പുതിയ ബജറ്റ് എന്നിവയും ഉടൻ തന്നെ നടക്കുന്നതാണ്. UDF മുന്നോട്ട് വെച്ച നിരവധി വാഗ്ദാനങ്ങൾ ആദ്യഘട്ടത്തിൽ തന്നെ നടപ്പിലാക്കുമെന്ന സൂചനകളും പുറത്തു വരുന്നുണ്ട്. ഇതിൽ വലിയൊരു വിഭാഗം പദ്ധതികളും സ്ത്രീകൾക്ക് വലിയ നേട്ടം കൊണ്ടുവരുന്നതാണ്. സ്ത്രീകൾക്ക് സൗജന്യ ബസ് യാത്ര, ക്ഷേമ പെൻഷൻ ഘട്ടം ഘട്ടമായി 3000 രൂപയാക്കി വർദ്ധിപ്പിക്കൽ, കോളേജ് വിദ്യാർത്ഥിനികൾക്ക് പ്രതിമാസം 1000 രൂപയുടെ സ്കോളർഷിപ്പ്, ഇവയൊക്കെ തന്നെ ഇതിൽ പ്രധാനമാണ്. അതേസമയം നമ്മുടെ സംസ്ഥാനത്തെ ലക്ഷക്കണക്കിന് വരുന്ന വീട്ടമ്മമാർക്ക് സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി നിർണായകമായ പുതിയ ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. 35 വയസ്സിനും 60 വയസ്സിനും ഇടയിൽ പ്രായമുള്ള സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്കായി പ്രതിമാസം 1000 രൂപ വീതം നൽകുന്ന ഈ പദ്ധതി ഇതിനോടകം തന്നെ വലിയ ജനപ്രീതി നേടിയിരുന്നു. ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലെ തുക കൃത്യമായി വിതരണം ചെയ്തിരുന്നുവെങ്കിലും തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടവും അതോടനുബന്ധിച്ചുള്ള സാങ്കേതിക നടപടിക്രമങ്ങളും കാരണം ഏപ്രിൽ മാസത്തിലെ ധനസഹായം താൽക്കാലികമായി നിർത്തിവെച്ചിരുന്നു. എന്നാൽ നിലവിൽ തുക കൈമാറുന്നതിനുള്ള എല്ലാ ഭരണപരമായിട്ടുള്ള തടസ്സങ്ങളും നീക്കിയിട്ടുണ്ടെന്നും അർഹരായിട്ടുള്ള ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ തുക എത്തിച്ചേരുമെന്നും ഇപ്പോൾ ഉദ്യോഗസ്ഥർ ഔദ്യോഗികമായിട്ട് അറിയിച്ചിട്ടുണ്ട്. ഗുണഭോക്താക്കൾക്ക് ഇരട്ടി സന്തോഷം നൽകുന്ന വാർത്തയാണ് ഈ മാസം പുറത്തു വന്നിരിക്കുന്നത്. ഏപ്രിൽ മാസത്തെ കുടിശ്ശികയും അതോടൊപ്പം തന്നെ മെയ് മാസത്തെ പെൻഷൻ തുകയും ചേർത്ത് ഒന്നിച്ച് 2000 രൂപ ഈ മാസത്തിനുള്ളിൽ തന്നെ വിതരണം ചെയ്യും. ഈ ആഴ്ച അവസാനത്തോടെയോ അടുത്ത ആഴ്ചയോ തുക നമ്മുടെ അക്കൗണ്ടുകളിലേക്ക് തീർച്ചയായും ക്രെഡിറ്റ് ആവുന്നതാണ്. സാമ്പത്തിക വർഷത്തിന്റെ ആരംഭത്തിൽ നേരിട്ട ചെറിയ കാലതാമസം പരിഹരിക്കാനായിട്ട് സർക്കാർ ഇപ്പോൾ മുൻഗണന നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇതോടെ സംസ്ഥാനത്തെ 18 ലക്ഷം വരുന്ന അമ്മമാരുടെ അക്കൗണ്ടുകളിലേക്ക് നേരിട്ട്, അതായത് ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ സംവിധാനം വഴി തുക അക്കൗണ്ടിലേക്ക് എത്തിച്ചേരുന്നതാണ്. പദ്ധതി മുടങ്ങുമെന്ന് ആശങ്കപ്പെട്ടിരുന്നവർക്ക് വലിയൊരു ആശ്വാസമാണ് ഈ ഒരു നടപടികളിലൂടെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഈ പദ്ധതിയുടെ ഭാവി സംബന്ധിച്ച് നിലനിന്നിരുന്ന ആശങ്കകൾ പരിഹരിക്കാൻ സർക്കാർ വ്യക്തമായിട്ടുള്ള സൂചനകൾ നൽകി കഴിഞ്ഞിരിക്കുകയാണിപ്പോൾ. നിലവിലുള്ള സർക്കാർ കാലാവധി പൂർത്തിയാക്കി പുതിയ മന്ത്രിസഭ അധികാരമേൽക്കുമ്പോൾ പദ്ധതി നിർത്തലാക്കുകയല്ല, കൂടുതൽ വിപുലീകരിക്കാനാണ് UDF സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ആലോചനകൾ നടക്കുന്നത്. നിലവിൽ മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ട റേഷൻ കാർഡ് ഉള്ളവർക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയിരിക്കുന്ന ഈ ഒരു ആനുകൂല്യം വരും ദിവസങ്ങളിൽ നിശ്ചിത നിബന്ധനകൾക്ക് വിധേയമായി APL വിഭാഗത്തിലെ അർഹരായ സ്ത്രീകൾക്ക് കൂടി ലഭിക്കുന്ന രീതിയിലേക്ക് വിപുലീകരിക്കാൻ സർക്കാർ പദ്ധതിയിടുന്നുണ്ട്. പുതിയ സർക്കാർ അധികാരമേറ്റാൽ ഉടൻ തന്നെ ഇത് സംബന്ധിച്ച ഔദ്യോഗികമായിട്ടുള്ള ഉത്തരവ് പുറത്തിറങ്ങുന്നതാണ്. അർഹരായിട്ടുള്ളവർക്ക് മാത്രം ആനുകൂല്യം ലഭിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി കർശനമായിട്ടുള്ള പരിശോധനകളും സോഷ്യൽ ഓഡിറ്റിംഗ് നടത്തി മറ്റ് സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ വാങ്ങുന്നവരെയോ സർക്കാർ അല്ലെങ്കിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവരെയോ നിശ്ചിത പ്രായപരിധിയിൽ എത്താത്തവരെയോ ഒക്കെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ഗവൺമെന്റ് പ്രത്യേക ഓർഡറിലൂടെ മന്ത്രിസഭാ അംഗീകാരത്തോടെ നടപ്പാക്കുന്ന ഈ ഒരു പദ്ധതി തീർച്ചയായും വരും വർഷങ്ങളിലും കൂടുതൽ വിപുലമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഓരോ കുടുംബത്തിലെയും സ്ത്രീകളെ സാമ്പത്തികമായി ശാക്തീകരിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ഈ പദ്ധതി മുടങ്ങില്ലെന്ന് അധികൃതർ ഉറപ്പു നൽകിയിട്ടുണ്ട്. പ്രധാനപ്പെട്ട ഈ ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുമല്ലോ. അടുത്തൊരു ഇൻഫോർമേറ്റീവായ വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്.